Hi dears, Assalamualaikum, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 kg വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള ഒരു ടോൾ കേക്കിന്റെ വീഡിയോ ആണ്. ടോൾ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നോർമൽ കേക്ക് തയ്യാറാക്കുന്ന പോലെയല്ല, ഒത്തിരി കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 kg അല്ല, അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് മൈദയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ മാറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും പറയുന്നതാണ് വല്ല കേക്കിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ, 1 kgക്ക് 2 ടേബിൾ സ്പൂൺ മാറ്റും. അപ്പോൾ ഇത് 2 kg ആയതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ മൈദ ഇതിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ 4 ടേബിൾ സ്പൂൺ മാറ്റിയ മൈദക്ക് പകരമായിട്ട് 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 4 പകരം 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. 4 ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ 6 ആകുമ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനുശേഷം 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 3 തവണ ഇതുപോലെ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മോൾഡ് എടുത്തിട്ടുള്ളത് 7 ഇഞ്ചിൻ്റെ 2 മോൾഡാണ്. ടോൾ കേക്കല്ല, അപ്പോൾ ഒരേ ഹൈറ്റിലുള്ള 2 മോൾഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ തവണ ബാറ്റർ റെഡിയാക്കിയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് ബേക്ക് ചെയ്തെടുക്കാവുന്ന. അപ്പോൾ രണ്ടും ഗ്രീസൊക്കെ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലേക്ക് 6 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ 8 മുട്ട വെച്ചിട്ടും ചെയ്യാം. 8 മുട്ട വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന പാല് ചേർക്കേണ്ട. അപ്പോൾ ഞാനിവിടെ 6 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ വാനില എസൻസ് 2 ടീസ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം എടുത്തപ്പോൾ കുറച്ച് കൂടി പോയത്. അപ്പോൾ 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നമുക്ക് ആദ്യം ഒരു 40 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര, പൊടിക്കാത്തതാട്ടോ 1.5 കപ്പ്, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. അപ്പോൾ വലിയ തരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടുള്ളത് 1.5 കപ്പ് എടുത്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ പൊടിക്കാത്ത പഞ്ചസാര 1.5 കപ്പാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് നല്ല ഫ്ലഫി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്ത് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ഓയിലും അതുപോലെ 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാല് തിളപ്പിച്ചതോ അല്ലെങ്കിൽ തിളപ്പിക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് അത് മിക്സ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ അത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യാം. മതി. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ബാറ്റർ റെഡിയാക്കിയെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള 7 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് 2ക്കും ഇത് കറക്റ്റ് തുല്യമായിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്ക്യൂർ ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഓവളിലാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവളിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്, 25 മുതൽ 30 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ലെയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ടും നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും തണുത്ത ശേഷം നമുക്ക് ലെയേഴ്സ് ആക്കിയിട്ട്, അപ്പോൾ മുകൾ ഭാഗത്ത് ഓവളിലാകുമ്പോൾ മുകൾ ഭാഗം ഒരു ബ്രൗൺ കളർ ഉണ്ടാവില്ല, അപ്പോൾ അതൊന്ന് ഞാൻ ചെത്തി ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ടോട്ടൽ 6 ലെയറായിട്ടാണ് ഈ ഒരു കേക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. 2 കേക്കും സെയിം അതേപോലെ തന്നെ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഞാനിപ്പോൾ ഒരു 12 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ എത്ര വിപ്പിംഗ് ക്രീമാണ് എടുത്തതെന്ന് വെച്ചാൽ 2.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സൊക്കെ കലർന്നിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 2ാമത്തെ ലെയർ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള 6 ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം നമ്മൾ ഓരോ ലെവൽ ചെയ്യുമ്പോഴും ഫിനിഷിങ് ചെയ്തെടുക്കാൻ മറക്കരുത്, എന്നാലേ കറക്റ്റ് ലെവലിലേക്ക് കേക്ക് കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് തന്നെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊരു സ്പാച്ചിൽ ഒരു നൈഫ് ഉപയോഗിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സുള്ള ചോക്ലേറ്റ്സ് ഒക്കെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നട്ട്സുള്ള ചോക്ലേറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതാ 6 ലെയേഴ്സും വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ താഴെയാണെങ്കിൽ, ഇപ്പം പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ അതാ ക്രം കോട്ടിങ് ഏകദേശം ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ലെവലാക്കിയിട്ട് ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ബാക്കിയുള്ള ക്രീമിൽ ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വൈറ്റ് ക്രീം അവിടെ ബാക്കി വെച്ചിട്ട് കുറച്ച് ക്രീം മാത്രം ഞാൻ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ബോക്സ്. അപ്പോൾ ആ ഒരു സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ബ്ലൂ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ഡ്രോപ്പ് തന്നെ മുഴുവനായിട്ട് വേണ്ട, ഗ്രീൻ കളർ, ലീഫ് ഗ്രീൻ കളറാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ബ്ലൂ ഒരു ഡ്രോപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് അതിലേക്ക് ഒരു കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലൂ അല്ല ഗ്രീനും അല്ല, ആ ഒരു കളർ കിട്ടണം. അപ്പോൾ രണ്ടിനും ഇടയിലുള്ളൊരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഗ്രീനിൽ നിന്നും ഒരു ഡ്രോപ്പ് മുഴുവനും വേണ്ട, ലീഫ് ഗ്രീനാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുക്കുക, ഡ്രോപ്പും കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നില്ല. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ പല കളേഴ്സ് മിക്സ് ചെയ്താൽ പല നമുക്ക് വിചാരിക്കുന്ന കളേഴ്സൊക്കെ കിട്ടാൻ നല്ല സംഭവമാണ്. ചില കളർ മാത്രം, കുറച്ച് കളർ മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിലും മിക്സിങ്ങിലൂടെ കുറേ കളർ നമുക്ക് കിട്ടും. അപ്പോൾ അതാ കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കേക്ക് എടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വലിയൊരു ഇത് വെച്ചിട്ട് കട്ടിയുള്ള സ്ട്രോ വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. അതെന്തായാലും കുഴപ്പമില്ല. അതൊന്ന് വെച്ചിട്ട് അതിന് പാകത്തിനൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കേക്ക് പോപ്സിനൊക്കെ യൂസ് ചെയ്യുന്ന അതാണ് എടുത്തില്ല. അതൊരു 4 എണ്ണം അതിന് ചുറ്റും വെച്ച് കൊടുക്കുക. അതും അത് അളന്നെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 4 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് അതും 4 ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ടോൾ കേക്ക് ആകുമ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ കേക്ക് തെന്നിപ്പോവും. അപ്പോൾ തെന്നി പോവാതിരിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ അതിലേക്ക് ഇറക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് കേക്ക് ബോക്സിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അത് ആ ഭാഗത്ത് വീണ്ടും ഒന്ന് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ കേക്കിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ആ ഒരു ബ്ലൂ ഇതുണ്ടല്ലോ, ക്രീം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടില്ല, അതിങ്ങനെ ചുറ്റും ഒരു ഫസ്റ്റ് ചെറിയൊരു ലെയറായിട്ട് വരാൻ വേണ്ടി മാത്രം അങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം പിന്നെയുള്ള ഭാഗങ്ങളിലെല്ലാം ഞാൻ വൈറ്റ് ക്രീമാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ക്രീം കുറച്ച് മാത്രമേ ഒരു അടിഭാഗത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സിൽ ഈ ഒരു കളറാകുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും, അങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു കളർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ വൈറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒരു പാലൻ നൈഫ് ഉപയോഗിച്ചിട്ട് ആദ്യം മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം സൈഡൊക്കെ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. നല്ല ടൈം എടുത്ത് ചെയ്യുകയാണെന്ന് നമുക്ക് നീറ്റായിട്ട് തന്നെ അത് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ സൈഡൊക്കെ ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലെവലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ എയർ ബബിൾസൊക്കെ ഉണ്ടാവും ചില ഭാഗങ്ങളിലൊക്കെ. ക്രീം ഇങ്ങനെ നമ്മൾ ലെവലാക്കി എടുക്കുമ്പോഴായിരിക്കും എയർ ബബിൾസൊക്കെ കുടുങ്ങിയിട്ടുള്ളതൊക്കെ കാണാം. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുത്ത ശേഷം വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്ലൂ ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ അവിടേക്ക് ഒന്ന് ലെവലാക്കിയിട്ട് വീണ്ടും സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സൈഡ് പോർഷനും അതുപോലെ മുകൾ ഭാഗമൊക്കെ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കണം. എങ്ങനെ ഷാർപ്പ് അടിച്ച് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് പറയണമെന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം നല്ല ക്ലീൻ ആക്കി എടുക്കുക. ഇങ്ങനെ കറക്കി നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഒരു ഗ്ലിറ്ററിങ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി മുകൾ ഭാഗത്തേക്ക് മാത്രം ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലിക്വിഡ് ഫോമിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗോൾഡൻ ഡസ്റ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താലും മതി. ഗോൾഡൻ ഡസ്റ്റിൽ കുറച്ച് വാപ്രക്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ബ്രഷ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഷിമ്മർ പമ്പിൽ വെച്ചിട്ടാണ് ഇത് മുകൾ ഭാഗത്ത് മാത്രം മേലെ പിടിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഷിമ്മർ പമ്പിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു പമ്പ്, അത് ഒഴിവാക്കിയിട്ട് അത് തല കുത്തനെ പിടിച്ചിട്ടാണ് ഇത് ബ്രഷ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു നോസിൽ എന്നേ പറയുന്നുള്ളൂ. ആ ഒരു പമ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു ഗ്ലിറ്റർ കുടുങ്ങിയിട്ട് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ആ ഒരു പമ്പ് ഒഴിവാക്കിയിട്ട് വേണം ഇത് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു വീഡിയോയിൽ അത് കാണുന്നില്ല എന്ന് മനസ്സിലായത്.
അപ്പോൾ അതാ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ടാണ് ഞാനത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ മുകൾ ഭാഗം മൊത്തത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ കളറിലുള്ള ഷുഗർ ബോൾസ്, കുഞ്ഞു കുഞ്ഞു ഷുഗർ ബോൾസ് താഴെ ഒന്ന് സ്പ്രെഡ്, ആ ഒരു ബ്ലൂ പാർട്ടിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞു ഷുഗർ ബോൾസ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് വലിയ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അത് ഇടയിലായിട്ട് വലുതും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ തലേന്ന് ചെയ്യില്ലാറെ ബെറ്റർ പിറ്റേ ദിവസം ചെയ്യുന്നതാട്ടോ. നമ്മൾ ഡെലിവറി ചെയ്യണ ആ ഒരു സമയം ഏകദേശം ആ ഒരു സമയത്ത് ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ചില ഷുഗർ ബോൾസിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ മെൽട്ടായി പോകും, തണുപ്പ് പറ്റുമ്പോൾ മെൽട്ടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഞാൻ ഫ്ലവർ വെച്ചു. അപ്പോൾ ഫ്ലവർ വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മുന്നേ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമുക്ക് ക്ലിങ് ഫിലിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ടൊക്കെയാണ് ഫ്ലവർ വെക്കുക. അത് ഫ്രഷ് ഫ്ലവേഴ്സാണ്. അപ്പോൾ അത് 3 എണ്ണമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ വൈറ്റ് ഷുഗർ ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. ചെറുതും വലുതും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, കാണാൻ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്. ചെറുതും വലുതുമായിട്ടുള്ള വൈറ്റ് ഷുഗർ ബോൾസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു വലിയ ഷുഗർ ബോൾസിൻ്റെ ഇടയിൽ ചെറിയത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ചെറുതും കൂടെ അതിൻ്റെ ഇടയിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് എൻഗേജ്മെൻറ്റ് പാർട്ടിക്കൊക്കെ നല്ലൊരു ഗ്ലിറ്ററിങ് എഫക്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു തിളങ്ങുന്ന ഒരു കേക്കും ആവും. അപ്പോൾ ഈ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം എനാബിൾ ചെയ്യട്ടെ, എന്നാലേ നമുക്ക് വീണ്ടും വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്